അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. റബ്ബിശ്റഹ് ലി സ്വദരി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് അൽ ഹിമായ വിർച്വൽ അക്കാദമി സംഘടിപ്പിക്കുന്ന ഷിഫ ഖുർആൻ തഫ്സീർ ക്ലാസിൻ്റെ 19ാമത്തെ ദിവസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സൂറത്തുൽ മുൽക്കിലെ 19ാമത്തെ വചനമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് ഈ ആയത്തിലൂടെ. അവലം യറൗ ഇലത്തൈരി ഫൗഖഹും സാഫാത്തിൻ വയഖ്ബിദുൻ മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. അവലം യറൗ ഇലത്വൈരി, അവലം യറൗ അവർ കാണുന്നില്ലേ അല്ലെങ്കിൽ നോക്കുന്നില്ലേ, ഇലത്വൈരി പക്ഷികളിലേക്ക്, പറവകളിലേക്ക്, ഫൗഖഹും അവരുടെ മുകളിലുള്ള, സാഫാത്തിൻ ആ പക്ഷികൾ ചിറകുകൾ വിടർത്തിയാണ് പറക്കുന്നത്, വയഖ്ബിദുൻ ഇടക്ക് ചുരുട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നത്. മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, വഹദ ഇതാബുൻ വഹസ്സുൻ അലൻ നദരി ഇലാ ഹലത്തി ത്വയ്രി അല്ലതി സഖറല്ലാഹു ലഹാ സഖറഹല്ലാഹു വസഖറ ലഹൽ ജവ്വ വൽ ഹവാ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പക്ഷിയുടെ അവസ്ഥയിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പ്രേരണ നൽകുന്നത്, നമ്മളോട് കൽപ്പിക്കുന്നത്. ആ പക്ഷിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല കീഴൊതുക്കി കൊടുത്തിട്ടുണ്ട്. ആ പക്ഷിക്ക് റബ്ബ് കീഴൊതുക്കി കൊടുക്കുന്നു അൽ ജവ്വ വൽ ഹവാ, ഈ അന്തരീക്ഷത്തെ, വായുവിനെ, പ്രകൃതിയെ, അതിനു പറക്കാൻ പറ്റുന്ന രീതിയിൽ. തസുഫു ഫീഹി അജ്നിഹതഹാ ലിത്തൈറാൻ, അത് പറക്കുമ്പോൾ അതിൻ്റെ ആ ചിറകുകൾ വിടർത്തി പറക്കാൻ സാധിക്കുന്ന രീതിയിൽ. വതഖ്ബിദുഹാ ലിൽ വുഖൂർ, അത് താഴേക്ക് പതിക്കുമ്പോൾ അതിൻ്റെ ചിറകിനെ അതിങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് താഴേക്ക് ലാൻഡ് ചെയ്യുകയും ചെയ്യുന്നു, അല്ലേ? വിമാനമൊക്കെ ലാൻഡ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഭംഗിയായി. ഫതളല്ലു സാബിഹത്തൻ ഫിൽ ജവ്വി, അതിങ്ങനെ അന്തരീക്ഷത്തിലൂടെ, പ്രകൃതിയിലൂടെ അതിങ്ങനെ നീന്തിക്കളിച്ചു കൊണ്ടിരിക്കുകയാണ്. മുതറദ്ദിദത്തുൻ ഫീഹി ബിഹസബി ഇറാദത്തിഹ വഹാജത്തിഹ, അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച്, ആ പക്ഷി ഉദ്ദേശിക്കുന്നതിനനുസരിച്ച് ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ അത് പോകുന്നു. എന്നിട്ട് റബ്ബ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ, മാ യുംസികുഹുന്ന അതിനെ പിടിച്ചിട്ടില്ല, അതില്ലെങ്കിൽ അതിനെ നിർത്തിയിട്ടില്ല, ഇല്ല റഹ്മാൻ അല്ലാഹു അൽ റഹ്മാനായ പരമകാരുണ്യകനല്ലാതെ. അഥവാ ആ പക്ഷി ഒരിക്കലും ആകാശത്തിലൂടെ പറക്കുമ്പോൾ താഴേക്ക് വീണുപോകുന്നില്ല. താഴേക്ക് വീണുപോകാതെ അതിനെ പിടിച്ചു നിർത്തുന്നവൻ റഹ്മാനായ റബ്ബാണ്. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫഇന്നഹു അല്ലദീ സഖറ ലഹുന്നൽ ജവ്വ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അതിനെ അന്തരീക്ഷം കീഴൊതുക്കി കൊടുത്തത്. വജഅല അജ്സാദഹുന്ന വഖിൽഖതഹുന്ന ഫി ഹാലത്തിൻ മുസ്തഇദ്ദത്തിൻ ലിത്തൈറാൻ, ആ പക്ഷിക്ക് പറക്കാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ ശരീരത്തെ, അതിൻ്റെ ചിറകുകളെ, അതിൻ്റെ കാലുകളെ, അതിൻ്റെ സൃഷ്ടിപ്പിനെ സംവിധാനിച്ചത് റഹ്മാനായ റബ്ബാണ്. അതുകൊണ്ട് ഫമൻ നദറ ഫി ഹാലത്തി ത്വയ്രി വഅതബറ ഫീഹാ, ആരെങ്കിലും ആ പക്ഷിയുടെ അവസ്ഥയെക്കുറിച്ച് ഉറ്റാലോചിച്ചിരുന്നുവെങ്കിൽ, അതിൽ നിന്ന് ഗുണപാഠം സ്വീകരിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ബോധ്യപ്പെടും, ദല്ലത്തുഹു അത് അറിയിക്കുന്നുണ്ട്, അല ഖുദ്റത്തിൽ ബാരി സിട്ടാവായ റഹ്മാനായ റബ്ബിൻ്റെ ഖുദ്റത്തിനെയാണ്, അള്ളാഹുവിൻ്റെ ശക്തിയെയാണ്, അള്ളാഹുവിൻ്റെ കഴിവിനെയാണ് അത് അറിയിക്കുന്നത്. വഇനായതിഹി അർ റബ്ബാനിയ വഅന്നഹുൽ വാഹിദുൽ അഹദുൽ ലദീ ലാ തൻബഗി അൽ ഇബാദതു ഇല്ലാ ലഹ്, ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ആ ദൈവീകമായ പരിഗണന അതിന് കൊടുക്കുന്നുണ്ട്. അവൻ വാഹിദാണ്, അഹദാണ്, അവൻ ഏകനാണ്.
അവനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, അവനല്ലാത്തവന് ഇബാദത്ത് ചെയ്യാൻ പറ്റുകയില്ല. അഥവാ ഈ സൃഷ്ടിപ്പും ഈ സംവിധാനവും ഈ നിയന്ത്രണവുമൊക്കെ ആ റബ്ബ് മാത്രം ചെയ്യുന്നതാണ്. ഒരു പടപ്പിനും അത് ചെയ്യാൻ പറ്റൂല, ഒരു പടപ്പിനും അതിന് യോഗ്യതയില്ല. റഹ്മാനായ റബ്ബിന് മാത്രമാണ് അതിന് യോഗ്യതയുള്ളത് എന്നാണ് ഈ ഒരു പോയിൻ്റ് ചൂണ്ടിക്കാണിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദിലേക്ക്, അള്ളാനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന പോയിന്റിലേക്ക് ഷെയ്ഖ് യഥാർത്ഥത്തിൽ നമ്മളെ കൊണ്ടുപോകുന്നത്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുക, ഇങ്ങനെ ഭംഗിയായി സൃഷ്ടിച്ച റഹ്മാനായ റബ്ബ്, ആ റബ്ബ് സുബ്ഹാനഹു വ തആല, ആ റബ്ബ് ഉണ്ട് എന്നതിൻ്റെ, ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നതിനെ നിഷേധിക്കുന്ന ആളുകളില്ലേ? ദൈവമൊന്നുമില്ല, ഒക്കെ വെറുതെ ഉണ്ടായതാണ്. എങ്ങനെ പറയാൻ കഴിയുക? എങ്ങനെ പറയാൻ കഴിയും? ഓരോ സൃഷ്ടിപ്പിനെക്കുറിച്ചും മനുഷ്യൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ സ്വന്തം ശരീരത്തിലെ അവയവങ്ങൾ തന്നെ, ആന്തരിക അവയവങ്ങളിലേക്ക് തന്നെ അവൻ കണ്ണോടിച്ച് നോക്കുമ്പോൾ, അതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാകുമ്പോൾ, പ്രകൃതിയിലേക്ക്, പറവകളിലേക്ക്, പക്ഷികളിലേക്ക്, മൃഗങ്ങളിലേക്ക്, ആകാശങ്ങളിലേക്ക്, ഭൂമിയിലേക്കൊക്കെ അവൻ കണ്ണു നടാൻ തയ്യാറാകുമ്പോൾ അവന് ബോധ്യപ്പെടും, ഇതൊന്ന് വെറുതെ ഉണ്ടായി എന്ന് പറയുന്നവൻ ഏറ്റവും വലിയ മൂഢനാണ്, ഏറ്റവും വലിയ വിഡ്ഢിയാണ്. റഹ്മാനായ റബ്ബ്, ഇതിൻ്റെ പിന്നിലെല്ലാം ഒരു റബ്ബുണ്ട് എന്ന ചിന്ത നമ്മൾ തീർച്ചയായും തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ, അല്ലാഹു എല്ലാ കാര്യവും ബസീർ, കണ്ടറിയുന്നവനാണ്. ഇന്നഹു തീർച്ചയായും അവൻ, ബികുല്ലി ഷൈഇൻ എല്ലാ കാര്യവും, ബസീർ കണ്ടറിയുന്നവനാണ്. ഇമാം സാദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫഹുവൽ മുദബ്ബിറു ലിഇബാദിഹി ബിമാ യലീഖു ബിഹിം, തൻ്റെ അടിയാറുകൾക്ക്, തൻ്റെ അടിമകൾക്ക് യോജിച്ച വിധം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനാണ് റബ്ബ്. വത്തഖ്തളീഹി ഹിക്മതു, അള്ളാഹുവിൻ്റെ യുക്തിക്ക്, അള്ളാഹുവിൻ്റെ ഹിക്മത്തിന് യോജിച്ച രീതിയിലും പടപ്പുകളുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടുമാണ് അള്ളാഹു കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമ്പോഴും അത് റബ്ബിൻ്റെ ഹിക്മത്തിൻ്റെ ഭാഗമാണ്, അള്ളാഹുവിൻ്റെ പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. ഇതെൻ്റെ റബ്ബിൻ്റെ പ്ലാനിങ് ആണ്. ജീവിതത്തിൽ നമുക്കിഷ്ടമില്ലാത്തത് സംഭവിച്ചാലും അത് റബ്ബിൻ്റെ ഹിക്മത്തിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുമ്പോൾ എന്തൊരു സമാധാനമാണ്, എന്തൊരു സമാധാനമാണ്. ആ സമാധാനത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് ഈ ആയത്തിൻ്റെ പൊതുവിലുള്ള അർത്ഥം. അവരുടെ മുകളിൽ ചിറക് വിടർത്തിക്കൊണ്ടും ചിറക് ചുരുക്കിക്കൊണ്ടും പറക്കുന്ന പറവകളെ അവർ നോക്കിയില്ലേ? പരമകാരുണികനായ അല്ലാഹുവല്ലാതെ മറ്റാരും അവയെ താങ്ങി നിർത്തുന്നില്ല. അഥവാ പക്ഷികളെ താങ്ങി നിർത്തുന്നിടത്ത് റബ്ബിൻ്റെ റഹ്മാൻ എന്നുള്ള നാമമാണ് പ്രയോഗിച്ചത്. തഫ്സീറുകളിൽ കാണാം അങ്ങനെ പറയാൻ കാരണം അള്ളാഹിൻ്റെ കരുണയുണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ താങ്ങി നിർത്താൻ പറ്റുള്ളൂ എന്നതുകൊണ്ടാണ് റഹ്മാൻ എന്ന പേര് അവിടെ പ്രയോഗിച്ചത്. തീർച്ചയായും അവൻ എല്ലാ കാര്യങ്ങളും കണ്ടറിയുന്നവനാകുന്നു. പ്രിയപ്പെട്ട സഹോദരിമാരെ, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് കണക്ട് ചെയ്യേണ്ടത്? ഒരു പക്ഷി ആകാശത്തിലൂടെ പറക്കുമ്പോൾ, ഒരു പക്ഷി പ്രകൃതിയിലൂടെ പറന്നുകൊണ്ടിരിക്കുമ്പോൾ അത് താഴേക്ക് വീണു പോകാതെ റഹ്മാനായ റബ്ബ് അതിനെ പിടിച്ചു വെക്കുന്നുവെങ്കിൽ, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും കടന്നു പോകുമ്പോൾ നമ്മൾ വീഴാതിരിക്കുന്നത് റഹ്മാനായ റബ്ബിൻ്റെ തൗഫീക്ക് കൊണ്ടാണ്, അള്ളാഹിൻ്റെ കാരുണ്യം കൊണ്ടാണ്. അല്ലെങ്കിൽ ചെറിയ പരീക്ഷണം വരുമ്പോഴേക്ക് നമ്മളൊക്കെ വീണുപോകും. വ്യത്യസ്ത പരീക്ഷണങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇപ്പോഴും നമ്മൾ വീഴാതെ പോകുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ്. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴും ഇതിൽ റബ്ബ് ഖൈർ വിധിച്ചിട്ടുണ്ടാകും ഇൻഷാ അല്ലാഹ്. ആ റബ്ബിലുള്ള പ്രതീക്ഷയാണ്, ആ റബ്ബിലുള്ള വിശ്വാസമാണ്. ആ റബ്ബെന്നെ നാളെ പരലോകത്ത് സ്വർഗം നൽകി എന്നെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ദിനം വരാനുണ്ട് എന്ന പ്രത്യാശയാണ് വീഴാതെ താങ്ങി നിർത്താനുള്ള ഏറ്റവും വലിയ പ്രേരണ. അത് റബ്ബ് നൽകുന്ന തൗഫീക്കാണ്, വല്ലാത്ത തൗഫീക്ക്. അള്ളാഹു ഇത് നിലനിർത്തി തരുമാറാകട്ടെ. നിരന്തരം റഹ്മാനായ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട സംഗതിയാണ്. നമ്മൾ ആക്ഷൻ സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ
നമ്മൾ പ്രകൃതിയെ നിരീക്ഷിക്കണം. ഇവിടെയും റബ്ബ് ചോദിച്ചത് അവലം എറൗ ഇല തൈരി എന്നാണ്. മറ്റു പല ഭാഗങ്ങളിൽ അഫല യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്, നിങ്ങൾ ഒട്ടകങ്ങളിലേക്ക് നോക്കുന്നില്ലേ, നിങ്ങൾ ആകാശങ്ങളിലേക്ക് നോക്കുന്നില്ലേ? ഈ സൂറത്തിൽ തന്നെ തുടക്കത്തിൽ ആകാശത്തെക്കുറിച്ച് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിൻ്റെ വ്യത്യസ്ത റബ്ബ് ഒരുക്കി വെച്ച ദൃഷ്ടാന്തങ്ങളിലേക്ക് നമ്മളോട് നോക്കാൻ പറയണം, നമ്മളോട് ഉറ്റാലോചിക്കാൻ പറയണം. ദുനിയാവിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി നിന്ന് റഹ്മാനായ റബ്ബിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പന നമുക്ക് സ്വീകരിക്കാൻ പറ്റണം. നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങുക, നമ്മളൊന്ന് ടെറസിൻ്റെ മുകളിലൊന്ന് പോകുക, എന്നിട്ട് ആകാശത്തിലേക്ക് വൈകുന്നേരവും രാവിലെയൊക്കെ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പറവകൾ തങ്ങളുടെ ഭക്ഷണം ലഭിച്ച് ഉപജീവനം കിട്ടി വൈകുന്നേരമാകുമ്പോൾ ഒരു മഗ്‌രിബിയുടെ സമയത്തോടടുക്കുമ്പോൾ തങ്ങളുടെ കൂടുകളിലേക്ക് തിരിച്ചു വരുന്ന പറവകളെ, പക്ഷികളെ നമുക്ക് കാണാൻ പറ്റും. അതിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ബോധ്യപ്പെടലുണ്ട്, ഈ പക്ഷിയെ താങ്ങി നിർത്തുന്ന റബ്ബ്, ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം എനിക്കും എൻ്റെ ജീവിതത്തിൽ കിട്ടണം. ഇത് റബ്ബിൻ്റെ എത്ര വലിയ അത്ഭുതമാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹുവിനെ മനസ്സറിഞ്ഞ് തസ്ബീഹ് ചൊല്ലാൻ, അള്ളാഹുവിന് മനസ്സറിഞ്ഞ് ഹംദ് ചെയ്യാനുള്ള പ്രേരണയായി പ്രിയപ്പെട്ട സഹോദരിമാരെ ഇതൊക്കെ നമുക്ക് മാറണം. നമുക്ക് മനസ്സമാധാനം കണ്ടെത്താൻ പറ്റണം. ഈ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞല്ലോ, ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ, അവൻ എല്ലാ കാര്യങ്ങളും കണ്ടറിയുന്നവനാണ്. നമ്മുടെ ജീവിതത്തിലെ വ്യത്യസ്ത പരീക്ഷണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ആ പ്രയാസങ്ങൾ കുറച്ച് ദിവസം നീണ്ടു നിൽക്കുമ്പോൾ, കുറച്ച് മാസങ്ങൾ നീണ്ടു നിൽക്കുമ്പോൾ, കുറച്ച് വർഷങ്ങൾ നീണ്ടു നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള നിരാശ പലപ്പോഴും ശൈത്താൻ ഇട്ട് തരും. പടച്ചോൻ ഇതൊന്നും കാണില്ലേ? പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്ക് സമാധാനം നൽകുന്ന വചനമാണ് ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. അങ്ങനെ നിങ്ങൾ വിചാരിക്കല്ലേ, അള്ളാഹു എല്ലാ കാര്യങ്ങളും റബ്ബ് കാണുന്നുണ്ട്, അള്ളാഹു കണ്ടറിയുന്നവനാണ്. എൻ്റെ റബ്ബ് കാണുന്നുണ്ടല്ലോ, അൽഹംദുലില്ലാ. എൻ്റെ റബ്ബ് ഈ അവസ്ഥ കാണുന്നുണ്ടല്ലോ, അൽഹംദുലില്ലാ. എൻ്റെ വേദനകൾ ഞാൻ റബ്ബുമായിട്ടാണ് പങ്കുവെക്കുന്നത്, റബ്ബിൻ്റെ മുമ്പിലാണ്, ഒരു പടപ്പിൻ്റെ മുമ്പിലുമല്ല, ഒരു സൃഷ്ടിയുടെ മുമ്പിലുമല്ല. എൻ്റെ എല്ലാ വിഷമങ്ങളും ഞാൻ പങ്കുവെക്കുന്നത്, ഞാൻ മുന്നിൽ ഇറക്കി വെക്കുന്നത് അള്ളാഹുവിൻ്റെ മുന്നിലാണ്. അല്ലേ? ഈ ഒരു വിശ്വാസത്തിലേക്ക് അപ്പോൾ നമുക്ക് സമാധാനം. അള്ളാഹ് കാണുന്നുണ്ട്, അള്ളാഹ് എന്തെങ്കിലും, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം ഇത് കുറച്ച് നീളണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. അതിൻ്റെ പിന്നെ എന്തെങ്കിലും ഖൈറുണ്ടാകും, അള്ളാഹു എന്തെങ്കിലും ഹിക്മത്ത് ഉണ്ടാകും. നമ്മൾ ദുനിയാവിലെ പ്രശ്നങ്ങളുമായിട്ട് തറ്റിച്ച് നോക്കുന്നതിന് പകരം നമ്മുടെ ആത്യന്തിക വിജയം, ലക്ഷ്യമെന്ന് പറഞ്ഞത് പരലോകമാണ്. ആ പരലോകത്തിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് അള്ളാഹുവിൻ്റെ ഹിക്മത്ത് വരുന്നത്. അതുകൊണ്ട് സംതൃപ്തിയോടെ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കും. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആയത്ത് നൽകുന്ന പാഠങ്ങളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അത്ഭുതങ്ങളെക്കുറിച്ച് ആലോചിച്ച് അവൻ്റെ മഹത്വം ഉൾക്കൊണ്ട് അവനെ വാഴ്ത്തി പുകഴ്ത്തി അവന് വേണ്ടി ജീവിതം സമർപ്പിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹ് ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.